ഗുഡ് മോർണിംഗ്. നമ്മൾ നോക്കാൻ പോകുന്നത് സിനുസോയ്ഡൽ റെസ്പോൺസ് ഓഫ് ആർ എൽ സർക്യൂട്ടാണ്. നമ്മളപ്പോൾ സോഴ്സ് ഫ്രീ ആർ എൽ, ആർ സി, ആർ എൽ സി എല്ലാം നോക്കി. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സിനുസോയ്ഡൽ റെസ്പോൺസ് ഓഫ് ആർ എൽ സർക്യൂട്ടും നോക്കി. അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ ട്രൈ ചെയ്ത് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് സിനുസോയ്ഡൽ റെസ്പോൺസ് ഓഫ് ആർ സി സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേജിൽ നമുക്ക് കാണാം ആർ സി സർക്യൂട്ട്. ആർ ഉണ്ട്, ഒരു കപ്പാസിറ്റർ സി ഉണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന സിനുസോയ്ഡൽ ഇൻപുട്ട് എന്ന് പറയുന്നത് വി കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഫേസ് ആംഗിളാണ്. നമുക്ക് ബാക്കി വി എന്ന് പറയുന്നത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ ടി പ്ലസ് തീറ്റ അതതിൻ്റെ ആംഗിൾ, അതിൽ തീറ്റ എന്ന് പറയുന്നത് ഫേസ് ആംഗിളാണ്. നമ്മുടെ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ് കണ്ടീഷൻ. സ്വിച്ച് ഈസ് ക്ലോസ് അറ്റ് ടി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സെയിം തന്നെയാണ്, നമ്മുടെ ഡെറിവേഷനും എല്ലാം സെയിം തന്നെയാണ്. ജസ്റ്റ് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ ആർ എല്ലും ആർ സിയും. ഫസ്റ്റ് നമ്മൾ ഈ സർക്യൂട്ടിൻ്റെ KVL അപ്ലൈ ചെയ്ത് ഇക്വേഷൻ എഴുതാണ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ വി കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ ഈക്വൽ ടു ആറിൽ കൂടെ പോകുന്ന കറണ്ട് I, സോ R ഇൻറ്റു I പ്ലസ് 1/C. സിയുടെ നമുക്ക് സി കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 1/C ഇൻറ്റഗ്രൽ I dt. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് കിട്ടി. ഈ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ R di/dt പ്ലസ് 1/C ഇൻറ്റഗ്രൽ I dt ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ കട്ടായി പോകും. സോ I ഈക്വൽ ടു മൈനസ് കോസിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് സൈനാണ്. ഒമേഗ ടിയുടെ ഒമേഗയും വരും. സോ മൈനസ് വി ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. ഇക്വേഷൻ നമ്പർ 2 നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് ഡിയുടെ ടേംസിൽ എഴുതാണ്. സോ ഡി പ്ലസ് 1/RC ഇൻറ്റു I ഈക്വൽ ടു മൈനസ് വി ഒമേഗ ഡിവൈഡ് ബൈ R സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 2 ഒരു R കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദെൻ ഡിയിലെ ഫോമിൽ വേറൊരു ഫോമിൽ എഴുതി. അത്രേ ഉള്ളൂ. R കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് എല്ലാ ടേംസിലും ഡിവൈഡ് ബൈ R വരുന്നു. നൗ നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കറിയാം അടുത്ത കറണ്ട് I ഈക്വൽ ടു IC പ്ലസ് IP. IC എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. ഓക്കെ, ദെൻ കോംപ്ലിമെൻ്ററി ഫംഗ്ഷനും IP എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ. ഇത് രണ്ടുമാണ് കറണ്ടിൻ്റെ രണ്ട് ടേംസ്. ഓക്കെ, കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ IC ഈക്വൽ ടു C ഇൻറ്റു E റൈസ് ടു മൈനസ് ടി ബൈ RC. ഓക്കെ, C ഇൻറ്റു E റൈസ് ടു മൈനസ് ടി ബൈ RC. നമുക്ക് അവിടെ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ RL സർക്യൂട്ടിൽ നമുക്ക് ഓർമ്മയുണ്ടോ, IC എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് എന്തായിരുന്നു? C ഇൻറ്റു E റൈസ് ടു മൈനസ് ടി R/L എന്നാണ് കിട്ടിയത്. ഇവിടെ C ഇൻറ്റു E റൈസ് ടു മൈനസ് ടി ബൈ RC. ഓക്കെ, അത് ഇക്വേഷൻ നമ്പർ 4. ഇനി നമ്മൾ ആ നേരത്തെ കണ്ടീഷനിലെ പോലെ തന്നെ പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ IP നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. IP ഈക്വൽ ടു I കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ പ്ലസ് B സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. ഇക്വേഷൻ നമ്പർ 5. ഈ ഇക്വേഷൻ നമ്പർ 5 നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു. IP ബാർ എന്ന് പറയുമ്പോൾ മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ, അത് എ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ, അതിൻ്റെ ഡെറിവേറ്റീവാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ടേം ബി ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ, അത് ബി സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ, അതിൻ്റെ ഡെറിവേറ്റീവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ 5 കിട്ടി, ഇക്വേഷൻ 6 കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ 5 and 6 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ പ്ലസ് ബി ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ പ്ലസ് 1/RC ഇൻറ്റു എ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ പ്ലസ് ബി സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. ഇത് RL സർക്യൂട്ടിലെ പോലെ തന്നെയാണ്. IPയും IP ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു മൈനസ് വി ഒമേഗ ബൈ R ഇൻറ്റു
സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. ഓക്കെ, നമുക്കപ്പോൾ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ഇക്വേഷൻ കിട്ടി. നൗ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്ത് നമുക്ക് എക്കും ബിക്കും വാല്യൂ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് നമ്മൾ സൈൻ ടേംസ് കമ്പയർ ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മൈനസ് എ ഒമേഗ പ്ലസ് ബി ബൈ ആർ സി ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ മൈനസ് വി ഒമേഗ ബൈ ആർ. ഓക്കെ, ഫസ്റ്റ് ഒരു ഇക്വേഷൻ കിട്ടി. നെക്സ്റ്റ് കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ, അതിൻ്റെ ടേംസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും കമ്പയർ ചെയ്യണം. സോ ബി ഒമേഗ പ്ലസ് എ ബൈ ആർ സി, റൈറ്റ് ഹാൻഡ് സൈഡിൽ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റയ്ക്ക് ടേംസ് ഇല്ല, സോ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 0. ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് എക്കും ബിക്കും നമുക്ക് വാല്യൂ കിട്ടും. എ ഈക്വൽ ടു വി ആർ ബൈ ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ഒമേഗ സി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, നൗ ബി ഈക്വൽ ടു മൈനസ് വി ബൈ ഒമേഗ സി ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ഒമേഗ സി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എക്കും ബിക്കും നമുക്ക് വാല്യൂ കിട്ടും. നൗ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് എ ആൻഡ് ബി ഇൻ ഇക്വേഷൻ 5. ഇക്വേഷൻ 5 എന്ന് പറയുന്നത് നമുക്ക് ഐ പിയുടെ ഇക്വേഷനാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ എയും ബിക്കും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി സൈൻ്റെയും കോസിൻ്റെയും കോഎഫിഷ്യൻറ്റ് കമ്പയർ ചെയ്തു. ദെൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞ് അതിൽ നിന്ന് സോൾവ് ചെയ്ത് നമുക്ക് എക്കും ബിക്കും ഒരു വാല്യൂ കിട്ടി. ഓക്കെ, ആ രണ്ട് വാല്യൂ നമ്മുടെ പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഐ പി എന്ന് പറയുന്ന ടേം ആ ഫോമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഐ പി ഈക്വൽ ടു വി ആർ ബൈ ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ഒമേഗ സി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. അത് എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മൈനസ് എന്ന് ബിക്കും മൈനസ് വാല്യൂ ആണ് കിട്ടിയത്. സോ മൈനസ് വി ബൈ ഒമേഗ സി ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ഒമേഗ സി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. സോ ഐ പിയിൽ നമുക്ക് എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്കൊരു വാല്യൂ കിട്ടി. ഓക്കെ, നൗ നമുക്ക് ഇതിൽ നിന്ന് എം കോസ് ഫൈയും എം സൈൻ ഫൈയും നമുക്ക് കണ്ടുപിടിക്കാനല്ല, ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എം കോസ് ഫൈ ഈക്വൽ ടു വി ആർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ഒമേഗ സി ദ ഹോൾ സ്ക്വയർ. സോ നമുക്ക് എം കോസ് ഫൈ കിട്ടി. നൗ എം സൈൻ ഫൈ ഈക്വൽ ടു വി ബൈ ഒമേഗ സി ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ഒമേഗ സി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഐ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കോഎഫിഷ്യൻറ്റ് കമ്പയർ ചെയ്തു, എക്കും ബിക്കും വാല്യൂ നമ്മൾ ഡിറൈവ് ചെയ്തു. ദെൻ ഐ പിയിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എം കോസ് ഫൈയും എം സൈൻ ഫൈയും എഴുതി.